ഇപ്പോൾ ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിൽ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിക്കാൻ ബിന്ദു കൃഷ്ണ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. നിർണായകമായ ഒരു ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, വനിതാ നേതാക്കളെ സംബന്ധിച്ച്, മഹിളാ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചൊക്കെ നിർണായകമായ ദിവസമാണ്. അതായത് ഇന്നോളം സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അനുകൂല നിലപാട് മാത്രം എടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്ന അഭിപ്രായത്തിലാണ് ഉള്ളത്. ഈ ഘട്ടത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത് എന്നതിനെക്കുറിച്ചല്ലേ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും. എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ മാത്രമല്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സ്ത്രീപക്ഷ നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു പരാതിയിലോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഉയർന്നു വരുന്ന ഒരു പരാതിയിലോ പാർട്ടി കോടതി രൂപീകരിച്ച് പാർട്ടി പോലീസിനെ നിയോഗിച്ച് തീവ്രത അളക്കാനുള്ള യന്ത്രവും കൊടുത്തുവിട്ട് അന്വേഷണം നടത്തി കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നേരിട്ടും അല്ലാതെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു കാലത്തും കോൺഗ്രസ് എടുത്തിട്ടില്ല. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിലപാട്. ആരോപണം ഉയർന്നു വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും തൊട്ടടുത്ത് തന്നെ നേതാക്കന്മാരെല്ലാവരും ആദ്യ നടപടി എടുക്കുകയും ചെയ്തു. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ഉചിതമായ നടപടി ഉചിതമായ എടുത്തും ഒരു കാലഘട്ടത്തിലും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം കുറ്റാരോപിതരെ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിലെ കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒരു സമയത്തും ഒരു നേതാക്കന്മാരെ ഇങ്ങനെ ശ്രമിക്കുകയുമില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇരട്ടാപ്പില്ല. കൃത്യമായ ഒരു നിലപാട് മാത്രമാണ് ഞാൻ അടക്കമുള്ള വനിതാ നേതാക്കന്മാരടക്കം പാർട്ടിയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അന്നത്തെ സമയത്ത് പറയുകയും പാർട്ടി തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ശരി, വളരെ നന്ദി ബിന്ദു കൃഷ്ണ അഭിപ്രായം പങ്കുവച്ചതിന്.